കുംഭസാരത്തിലെ ജപത്തില് നാം വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും പറയുന്നു. മറ്റുള്ള ശിഷ്യന്മാരൊന്നും പറയുന്നില്ലല്ലേ? മറ്റുള്ള ശിഷ്യന്മാരൊന്നും അതിൽ വരുന്നില്ല. അവർ രണ്ടുപേരോടും മാത്രം നാം പാപമേറ്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥനാകാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിലേക്കാണ് വരുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിഷയങ്ങളുമായി ചാനൽ. നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണ ഈശോ പത്രോസിനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, നിനക്ക് ഇതെല്ലാം അറിവുള്ളതല്ലേ? നീ പറയാവുന്നു, നിന്നിൽ എൻ്റെ സഭ പണിയും. അതെ, നമ്മുടെ സഭയുടെ കത്തോലിക്ക സഭയുടെ തലവനാണ് വിശുദ്ധ പത്രോസ്. ആദ്യത്തെ പാപ്പയാണ്. സഭയുടെ താക്കോൽ കൊടുത്തിരിക്കുന്നത് പത്രോസിലാണ്. പത്രോസിന്റെ പ്രതിമ എങ്ങനെ കണ്ടെത്തും? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കീ ഉണ്ട്. ആ കീ ഉള്ള വിശുദ്ധന്റെ പ്രതിമയാണ് പത്രോസ്. അദ്ദേഹം യേശുവിന്റെ പ്രധാന ശിഷ്യനാണ്. അദ്ദേഹം വീണു പോയെങ്കിലും മാനസാന്തരപ്പെട്ടവനാണ്, അല്ലേ? എങ്ങനെ വീണു? അദ്ദേഹം പരിത്യജിച്ചു ക്രിസ്തുവിനല്ലേ? 3 പ്രാവശ്യം അദ്ദേഹം ക്രിസ്തുവിനെ പരിത്യജിച്ചു. എപ്പോഴാണ്? പീഡാസഹനത്തിനായി വിധിച്ച ശേഷം അദ്ദേഹം മാറിയൊരു സ്ഥലത്തിരിക്കുകയായിരുന്നു. കുറെ പേര് കൂടി നിന്നിട്ട് തീ കായുകയായിരുന്നു. അതിനിടയ്ക്ക് പോയിരുന്ന പത്രോസിന് അതിലെ ഒരു സ്ത്രീ പറഞ്ഞു, നീയും ആ നസ്രായന്റെ കൂട്ടത്തിലുള്ളയാളല്ലേ എന്ന്. അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം പരിത്യജിച്ചു. ഇതിന് കണക്ട് ചെയ്യാവുന്ന മറ്റൊന്നുണ്ട്. ഈശോ 3 പ്രാവശ്യമാണ് പത്രോസിനോട് ചോദിച്ചത്, അല്ലേ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അതും ഇതുമായി ലിങ്ക് ചെയ്യാവുന്നതാണ്. അദ്ദേഹം വിശ്വാസിയാണ് എങ്കിലും വിശ്വാസത്തിൽ ഒരു ചെറിയൊരു വീഴ്ചയില്ലേ? അതെങ്ങനെ വീണു? കടലിൽ കൂടി ഈശോ നടന്നു വരികയാണ്. ആ സമയത്ത് അത് കർത്താവാണ് എന്ന് പറഞ്ഞ് പത്രോസ് ഉടനെ വെള്ളത്തിലേക്ക് ചാടുകയും ആ വെള്ളത്തിൽ കൂടി നടന്നു പോവുകയും ചെയ്തു. പക്ഷേ സാഹചര്യങ്ങള്, അതായത് കടലിന്റെ സൗണ്ടും, അല്ലേ, ഹുങ്കാരവും അതോടൊപ്പം തിരമാലകളും കണ്ടപ്പോൾ പത്രോസ് പേടിച്ചു പോയി. പത്രോസ് അപ്പോഴാണ് താഴേക്ക് നോക്കുന്നത്. അദ്ദേഹം കടലില് മുങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈശോ ആ വിശ്വാസത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ആ വിശ്വാസത്തിന്റെ ചെറിയ പോരായ്മയല്ലേ ആ പരിത്യജിച്ചേരും വന്നിരിക്കുന്നത്. വീണ് പോയെങ്കിലും അദ്ദേഹം പിന്നീട് മാനസാന്തരപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കുംഭസാരത്തിലും ജപത്തിൽ വന്നത്. തലവനായതുകൊണ്ടും ഈ മാനസാന്തരപ്പെട്ടവനായതുകൊണ്ടും സഭയുടെ നേതൃത്വത്തിന്റെ പ്രതീകമാണ്. തെറ്റുകൾക്ക് ശേഷവും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം എന്നൊരു ചിന്ത നമ്മളിൽ എത്തിക്കുന്നത്, നൽകുന്നത് വിശുദ്ധ പത്രോസാണ്. ഇനി വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസിനെ നാം എവിടെ കാണും? ഡമാസ്കസിലേക്കുള്ള യാത്രയിലല്ലേ? അപ്പോൾ അവിടെ വെച്ച് ക്രിസ്തു ചോദിച്ചു, സാവുൾ സാവുൾ, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാനെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇത് പൗലോസിനെടുത്തത്? ശിഷ്യന്മാരായ 12 പേരുണ്ടായിട്ടും ഇത് പൗലോസിനെ കുംഭസാരത്തിലെ ജപത്തിലേക്ക് എടുത്തത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ ഉപദ്രവിച്ച, സഭയെ ഉപദ്രവിച്ച മഹാ അപ്പോസ്തലനായി മാറിയ വ്യക്തിയാണ് അദ്ദേഹം. ദൈവകൃപ മനുഷ്യനെ പൂർണ്ണമായി മാറ്റാം എന്നതിന് ഒരു ഉദാഹരണമാണല്ലേ? കാരണം ആ മാനസാന്തരത്തിലൂടെ ഈശോയുടെ കൂട്ടത്തിലുള്ളവരെ കൊല്ലാനായിട്ട് നടക്കുന്ന അദ്ദേഹം
ആ ഒരു വിളിയിൽ ക്രിസ്തുവാനുഭവത്തിൽ ചേഞ്ചായി. ആ ഒരു ചേഞ്ചാണ് അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചത്. ദൈവകൃപ മനുഷ്യനെ പൂർണ്ണമായി മാറ്റാം എന്നതിന് ഉദാഹരണമായത്. എത്ര വലിയ പാപിയാണെങ്കിലും ദൈവകൃപ നമ്മെ മാറ്റം വരുത്തും. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് അദ്ദേഹമാണ്, അല്ലേ? 14 ലേഖനമാണ്, എന്നാൽ അതിൽ 13 ലേഖനമാണ് എന്നാണ് പറയുന്നത്. അതിൽ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനൊരു വ്യത്യസ്തത വന്നുകൊണ്ട് ആ ലേഖനം അദ്ദേഹത്തിൻ്റെതല്ല എന്നാണ് പറയുന്നത്. സഭയെ ഇത്രയധികം ശക്തമായ നിലയിൽ എത്തിച്ച ഒരു വിശുദ്ധനുണ്ടെങ്കിൽ, ഒരു അപ്പോസ്തലനുണ്ടെങ്കിൽ, ഒരു ശിഷ്യനുണ്ടെങ്കിൽ, അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. ശിഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ശിഷ്യനാണ് നാം ഇന്ന് പഠിച്ചത് അല്ലെങ്കിൽ നാം അറിഞ്ഞത് വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും എന്നതാണ്. ഇനിയുള്ളത് തോമായോടുമുള്ള. മലയാളികളും കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും തോമ എന്ന് പറയും. ഈ വിശുദ്ധ തോമ എന്ന് പറയേണ്ടതിന് കാരണം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലായതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ AD 52 വിശുദ്ധ തോമസ് ശ്രീക വന്നത് കൊണ്ടാണ് നാം ക്രൈസ്തവരായത്. ഇവിടെ വിത്ത് വിതച്ചത് ക്രിസ്തു എന്ന വിത്ത് വിതയ്ക്കുകയും അതിനനുസരിച്ച് ഒത്തിരി മേനി വിളവുകൾ ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ടാണ് വിശുദ്ധ തോമസിന് ചില സ്ഥലങ്ങളിൽ വിശുദ്ധ അഗസ്റ്റിനാണ്, ചില സ്ഥലങ്ങളിൽ വിശുദ്ധ ബെനഡിക്റ്റ് ആണ്. അങ്ങനെ പ്രാദേശിക തലത്തിൽ ഉള്ള വിശുദ്ധരാണ് അതിൽ ചേർക്കുന്നത്. അതായത് പൗലോസും പത്രോസും പൗലോസും കഴിഞ്ഞാൽ പ്രാദേശികമായ വിശുദ്ധരെയാണ്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു തലത്തെത്തിയത്. അതിനെപ്പറ്റി, ഈ കൗൺസിലുകളെ പറ്റിയും കുമ്പസാര ജീവിതത്തിൽ വന്ന വഴിയെ പറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.